ഹലോ ഗായ്സ്, ഇന്ന് സുബുവിൻ്റെ വീട്ടിൽ ഓണപ്പരിപാടിയാണ്. അപ്പോൾ അതിനോണ്ട് സാരി കൊടുത്ത് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് സാരി ഉടുക്കാൻ കഴിയാത്തതുകൊണ്ട് അവളെ വീട്ടിൽ നിന്നാണ് ഞാൻ സാരി ഉടുത്തത്. ഇതെൻ്റെ സാരി അല്ല കേട്ടോ, എൻ്റെ പാലക്കാടുള്ള ഉമ്മൂൻ്റെ സാരിയാണ്. നല്ല രസമുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഞാനൊരു ഷോ കാട്ടിയെന്നുള്ളൂ, വേറൊരു കുഴപ്പമില്ല. പിന്നെ പൂത്രമൊക്കെ നമ്മൾ ഉള്ളിൽ തന്നെയാണ് ഇട്ടത്, വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇട്ടത്. അങ്ങനെ പിന്നെ മക്കൾക്ക് വിശപ്പ് വരാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരായിട്ടാണ് കൊണ്ടുവന്നത് സാധനങ്ങൾ. ഞാൻ കാബേജ് പായസം, റുബി പിന്നെന്താണ് കൈതച്ചക്കൻ്റെ പച്ചടി, പിന്നെ ബീട്രൂട്ടിൻ്റെ കിച്ചടി, പിന്നെ വേറത് സുബു. അതിലേക്കുള്ള ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും സുബുവാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പുളിഞ്ചി ടേസ്റ്റ് നോക്കണം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിഞ്ചി. അപ്പോൾ ആ ടേസ്റ്റ് നോക്കണം, നല്ല രസമുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സാബി നോക്കുകയാണ് ഞാൻ ടേസ്റ്റ് നോക്കുന്നത്. അങ്ങനെ പിന്നെ സാബിയിൽ നിന്ന് നമുക്ക് മക്കൾക്ക് ഇലട്ടിട്ട് ഭക്ഷണം കൊടുക്കുന്നതിന് അവർക്കൊക്കെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓരോന്ന് കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ കായ വറുത്തതും ശർക്കര ഉപ്പേരിയും ഇട്ട് കൊടുക്കുകയാണ്. അവിടുന്ന് കുറേ ശബ്ദം പോയി ഗായ്സ്. അതുകൊണ്ട് ഈ ചെണ്ടമ്മൽ കൂട്ടുന്ന സൗണ്ട് ഉണ്ടാവും, അതൊന്നും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ വീഡിയോ മാത്രം കണ്ടാൽ മതി കേട്ടോ. പിന്നെ മക്കൾക്ക് എല്ലാവർക്കും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറേ ഫോട്ടോസുകളൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾക്കതിന് അവിടുന്ന് സുബുവിൻ്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകണം. പിന്നെ പൊടിമൂൾ എന്തോന്നിട്ട് വിളമ്പുമ്പോൾ പൊടി എന്തോന്ന് പറയുന്നുണ്ട്. ഇത് ഞാൻ വിളമ്പി കൊടുക്കുകയാണെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ ഓൾ എന്നെ വിളമ്പി കൊടുത്ത്. സുബുവിന് പിന്നെ മറ്റേ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല, ഇടത് കൈ കൊണ്ടാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. നമ്മളെ റിസ്സു പിന്നെ എല്ലാവർക്കും കാളനിട്ട് കൊടുക്കുകയാണ്. സുബു സാമ്പാർ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ മക്കൾ തിന്ന് കഴിഞ്ഞിട്ട് വലിയവർക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ മക്കളാണല്ലോ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അവർക്ക് വിശപ്പ്, ഭയങ്കരമായ വിശപ്പല്ലേ, പാവല്ലേ. അപ്പോൾ മക്കളെ കഴിച്ചിട്ടുള്ളും ബാക്കി വലിയവർ കഴിക്കൽ. അങ്ങനെ മക്കളെല്ലാവരും പൂത്രൻ്റെ മുന്നിൽ നിന്നിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ പിന്നെ റീനുമോൾക്ക് ചോറ് കൊടുക്കുന്ന രംഗമാണ് ഗൈസ് അത്. അപ്പോൾ ഓൻ ആദ്യം ഇലട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ പെണ്ണുങ്ങളെല്ലാവരും ഇരുന്ന് തിന്നയച്ചു. അപ്പോൾ ഈ സംഭവം കണ്ടങ്ങൾ, ഇതെന്താ കാരണം വെച്ചാൽ ഓൾ ഒറ്റപ്പെട്ടിരിക്കുന്നത് നിങ്ങളെ മനസ്സിലുണ്ടാവും. ഇത് ഒറ്റപ്പെടലല്ല കേട്ടോ. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയില്ല. എന്താ കാരണം വെച്ചാൽ അവളെ കൈ സപ്പോർട്ട് ചെയ്യണം. അവളെ കൈ വേറെ ഒരു കൈ ഓളെ കൈയിൻ്റെ അടിയിൽ വെച്ചത് കണ്ട് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവൾ വേറെ കൈ അതിൻ്റെ അടിയിൽ വെക്കും. അപ്പോൾ അത് പൊന്തിച്ച് കൊടുത്തിട്ടാണ് ഈ കൈ കൊണ്ട് ഓൾ തിന്നുക. ഓൾക്ക് ചെറുപ്പത്തിൽ പറ്റിയ ഫാൾട്ടാണ്. അപ്പം അതുകൊണ്ടാണ്, വേറെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഓൾക്ക് അങ്ങനെ കഴിക്കുന്നുണ്ട്. ആ കൈ വെച്ചിട്ടില്ല, ഇടത് കൈ വേറെ കൈ വെച്ചിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിച്ച് ഓള് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും ഓണം ഇതെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കണമല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് എവിടെ ഇരുന്ന് പിന്നെ ആ പൂത്രൻ്റെ നേരെ ഇരുന്നിട്ട് ഞാനും സുബും സാബിയും എല്ലാവരും പൂത്രൻ്റെ നേരെ ഇരുന്നിട്ട് പിന്നെ തുമ്പമോളോട് ഞാൻ പറഞ്ഞു, പൊടിമോളോട് ഞാൻ പറഞ്ഞു, പൊടിയെ ഫോട്ടോ എടുക്ക്, എന്നിട്ട് നമുക്ക് പിന്നെ ഇതാക്കാൻ. അങ്ങനെ നമ്മളെല്ലാവരും ഇരുന്ന ഫോട്ടോ എടുത്തിട്ടുള്ള ഗായ്സ്. അടുത്ത വീഡിയോ